ചൂടൊക്കെ കുറഞ്ഞ് ക്ലൈമറ്റ് ഒന്ന് സെറ്റായപ്പോൾ നമ്മൾ നമ്മുടെ പണി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ അബുദാബിയിലെ ഗാർഡന്റെ വീഡിയോകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഈ ഒരു ഗാർഡൻ ഇതേപോലെ ആയിരുന്നു. നമുക്ക് ഒരുപാട് വിളവ് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഈ കൊണ്ടുവരുന്നത് റാഡിഷ് ആണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഒരു എമർജൻസിയിൽ ഒരു 2 ആഴ്ച നാട്ടിൽ പോയി നിൽക്കേണ്ട വന്നു. ചൂട് തുടങ്ങിയ സമയമായതിൻ്റെ പേരിൽ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പെട്ടെന്നുള്ളൊരു പോക്കായതിൻ്റെ പേരിൽ നമുക്ക് വെള്ളം ഒഴിക്കാനൊന്നും ആരെ ഏൽപ്പിക്കാനും പറ്റിയില്ല. ഒന്നും നോക്കാൻ പറയാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആകെ തകർന്ന് തരിപ്പണം കിടക്കാണ്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ ഗാർഡനിൽ കുറച്ച് പൂക്കൾ കൊണ്ടുവന്ന് വെച്ചത്. സീനിയൊക്കെ അങ്ങോട്ട് പൂത്തിലഞ്ഞ് നിന്നിട്ട് ആളുകൾ വഴി കൂടെ പോകുന്നവരൊക്കെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിരുന്നു. അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ആകെ ഉണങ്ങി ശുഷ്കിച്ച് ഇതേപോലെ ഇരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വിത്തുകളൊക്കെ ഞാൻ എടുത്തൊരു കവറിലാക്കി അന്ന് തന്നെ മാറ്റി വെച്ചു. ഈ പ്രാവശ്യം നമുക്ക് ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം കുറച്ച് ക്യാരറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വളർന്നു വന്നു. ക്യാരറ്റിന്റെ വിത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യാരറ്റിന് വിത്തുണ്ടെന്ന് തന്നെ അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിട്ടു. അത്യാവശ്യം വളർന്നൊക്കെ വന്നുകൊണ്ടിരുന്നിരുന്ന സംഭവമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഹൃദയഭേദകരമായ ഭയങ്കരമായ കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ ക്യാരറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാനും ഉണങ്ങിപ്പോയി. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ട് പിന്നെ അത് വളർന്നു കഴിഞ്ഞപ്പോൾ അതുമേന്ന് പറിച്ച് നട്ട് അങ്ങനെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിലും നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഏകദേശം തീരുമാനമായി. എന്നാലും അതിൻ്റെ 1-2 തണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജീവനുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് സെറ്റാക്കി ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്നു. നാച്ചു ആണ് എൻ്റെ സഹായി ഗാർഡനിങ്ങിൽ. പിള്ളേരെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അവർക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ട് നട്ട് വളർത്തുന്നവർക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ചെടികളൊക്കെ ഇതേപോലെ ചീത്തയായി പോകുന്നത് കാണുന്നത്. ചിലപ്പോൾ നല്ല തഴച്ചു വളർന്നു നിൽക്കുന്ന സംഭവമായിരിക്കും ഒരു കാരണമില്ലാണ്ട് 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങി പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിങ്ങിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നല്ല ക്ഷമയാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതേപോലെ എല്ലാം ക്ലീൻ ആക്കി ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളതാണ് പ്ലാൻ. നാച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നാച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട്. അബിക്കുട്ടി വന്നിട്ട് എന്തൊക്കെയോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം തുടങ്ങിയിട്ട് സെറ്റാക്കാം, അല്ലെങ്കിൽ ഈ പ്രാവശ്യം തന്നെ മണ്ണിലൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലെ പ്ലാനുകൾ. ഞാനും നാച്ചും നേരെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങി. പണി തുടങ്ങിയപ്പോൾ നല്ല പൊടിയുണ്ട്. ഇത്ര നാളത്തെ ചൂടിൽ നല്ല പൊടി അവിടെ കിടക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് അനക്കിയെടുക്കുന്നത്. ഞാനാണെങ്കിൽ ആകെ നാച്ചുവിന് മാത്രമേ മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറിയാമേനോടൊന്ന് അകത്ത് പോയിട്ട് മാസ്ക് എടുത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ മറിയാമ പറഞ്ഞ് കാലുവേദനയാണെന്ന്. പൂച്ചസാറും കുടുംബവും അപ്പുറത്തിരുന്ന് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ പറയുന്നുണ്ടാവും തണുപ്പ് തുടങ്ങി അവന്മാർക്ക് തലയ്ക്ക് ഭ്രാന്തം തുടങ്ങിയെന്ന്. കുറച്ച് നേരം പുറത്തെ കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മറിയാമ്മയ്ക്ക് വിശപ്പ് തുടങ്ങി. മറിയാമ്മ പറഞ്ഞ് എനിക്ക് പണിയെടുക്കുന്നത് മാത്രമല്ല, ഇത് ആരെങ്കിലും ജോലിയൊക്കെ ചെയ്യണം കണ്ടാൽ തന്നെ തലകറങ്ങണ പോലെയൊക്കെ തോന്നണം, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ ആളകത്തേക്ക് കയറിപ്പോയി. നേരത്തെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും മറിയാമ്മയാണ് ഈ ഗാർഡനിങ്ങിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് സഹായം എന്നൊക്കെ പറയുന്നത്. കാരണം മറിയാമ്മ ഇങ്ങോട്ട് വരാറുമില്ല, അഭിപ്രായങ്ങളൊന്നും പറയാറുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം വളരെ ഭംഗിയായി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ലുലുന്ന് കുറച്ച് കാച്ചിലൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടെന്ന് നട്ട് വളർത്തിയായിരുന്നു. അപ്പോൾ അത് വളർന്നു വരുന്ന സമയത്ത് മറിയാമ്മ ഈ നാട്ടിലൊക്കെ കാണുന്ന ചില അമ്മാവന്മാരൊക്കെ ഒന്ന് അഭിപ്രായം പറയണവരെ ഫെബിച്ചൻ വെറ്റില കൃഷിയൊക്കെ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെറ്റില മാത്രമല്ല, നമ്മൾ ചുണ്ണാമ്പിൻ്റെ തൈക്ക് ഓർഡർ കൊടുത്തേക്കാണ്. അതിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു കസേര ഇട്ടിട്ടിരുന്ന് മുറുക്കാം വൈകുന്നേരം. കളിയാക്കിയതാണോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നൊരു 5 മിനിറ്റ് നിന്ന് ആലോചിച്ചിട്ട് ആൾ അകത്തേക്ക് കയറിപ്പോയി. നാച്ചൂട്ടൻ അവിടെ ഭയങ്കരമായ പണിയിലാണ്. ഷവലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണ് അങ്ങോട്ട് മറിച്ചിടും ഇങ്ങോട്ട് മറിച്ചിടും, അതൊക്കെയാണ് പരിപാടികൾ. അങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ പണികൾ ഭയങ്കര ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കല്ലൊക്കെ ഇതിലുണ്ടാവും. എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും കല്ല് കുറേ പറക്കി കളയാനുണ്ടാവും. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. UAE ഈ ഒരു കൊടൂര ചൂടിൽ ഉണങ്ങിപ്പോവാതെ നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മുടെ ഗാർഡനിൽ. അതിലൊന്ന് തുളസിയാണ്, 2ാമത്തെ വേപ്പ്, 3ാമത്തെ നമ്മുടെ മുരിങ്ങമരം. നമ്മൾ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വേപ്പിനും തുളസിക്കും. മുരിങ്ങയ്ക്കൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം അതിങ്ങനെ എത്ര വലിയ ചൂടാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും അതെങ്ങനെ നിന്നോളും. അബിക്കുട്ടിയും ഗ്രാൻമയും അപ്പുറത്ത് നിന്ന് ഇലയൊക്കെ പറക്കി കളിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഏരിയ എങ്ങനെയാണ് കേട്ടോ, തണുപ്പൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന് ഇനി ഇവിടെ കുറേ പേരുണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ ഒരു 5 മണിക്കൊക്കെ ശേഷം. നാച്ചു ജനിച്ച് ഒന്ന് നടക്കാറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമായിരുന്നു ഫ്ലാറ്റിൽ നിന്ന് വില്ലയിലേക്ക് മാറണം എന്നുള്ളത്. കാരണം പിള്ളേരെ നമ്മൾ 4 ചുവരിൻ്റെ ഉള്ളിലിട്ട് വളർത്താനായിട്ട് വലിയ താല്പര്യമില്ല. അവർ പുറത്തൊക്കെ ഓടിക്കളിച്ച് ഒന്ന് തല്ലൊക്കെ പിടിച്ച് ഷെയറിങ് കെയറിങ് ഒക്കെ മനസ്സിലാക്കി വലുതാവട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. മറിയാമ്മ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ പുണ്യ കാൽപാദ സ്പർശനം ഏറ്റി കഴിഞ്ഞാൽ ഒരുപാട് വിളവ് കിട്ടുന്നൊക്കെ. അവിടെ കിടക്കുന്ന വണ്ടൊക്കെ നെഞ്ചും തല്ലി ഓടുന്നുണ്ട്. അബിക്കുട്ടി ഓടി വന്നിട്ട് ഇതെന്താണ് നിങ്ങൾ എന്നെ കൂട്ടാണ്ട് ഇവിടെ ഫുള്ള് പരിപാടികൾ, നമ്മളെ തൊടാൻ സമ്മതിക്കാത്ത എന്താണെന്നൊക്കെ ഉള്ളൊരു ഭാവത്തിൽ എന്തൊക്കെയോ
എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മമ്മി വന്നോട് എടുത്തുകൊണ്ട് പോയി. ഫുള്ള് പൊടിയാണ് ഇവിടെ. ഈ പ്രാവശ്യം ഈ ഒരു സൈഡിൽ നമ്മൾ വേലി കെട്ടാതെ, സാധാരണ ഞാൻ വേലി കെട്ടാറാണ് പതിവ്, അതിന് പകരം ഇവിടെ ഫുള്ള് സീനിയയുടെ തൈകൾ നടാം എന്നുള്ളതാണ് പരിപാടി. നാച്ചുട്ടൻ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവിടെ നിന്ന് മണ്ണൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു, അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുന്നു, കുറെ റോട്ടിലേക്ക് ഇടുന്നു. എന്തായാലും ആൾ ഇൻവോൾവ് ആവുന്നത് വലിയ സന്തോഷം. അങ്ങനെ നമ്മളുടെ ഈ ഒരു ഗാർഡനിങ്ങിന് കിട്ടുന്ന ഏരിയയുടെ ഫുൾ സൈഡിൽ നമ്മൾ ഇതേപോലെ കുഴി ഉണ്ടാക്കി എടുത്തിട്ടു. ഇനി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സീനിയയുടെ വിത്തുകളുണ്ട്, അതെല്ലാം ഇതിൽ കൊണ്ടുവന്നിട്ടിട്ട് മണ്ണിടണം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ് മീന ഫ്ലവർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വിത്തുകളും തൈകളൊക്കെ വാങ്ങിക്കണം. നേരെ റെഡിയായി നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളും എല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.